ആദ്യം ശ്രീ രജീഷ്, ഈ തവണ തൽസ്ഥിതി നിലനിർത്താൻ LDFനെ സഹായിക്കുന്ന ഘടകം എന്താണ്? അതോ LDFന്റെ കുത്തകയായ 1965 മുതൽ ഇന്നേ വരെ CPM മാത്രം ജയിച്ചിട്ടുള്ള സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടോ? എന്താണ് ഇവിടുത്തെ ഗ്രൗണ്ട്? തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് നാടിൻ്റെ വികസനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനത്തോടെ ഈ കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് അഭിമാനകരമായ വിജയം നേടാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് നമുക്കിവിടെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ ജില്ലയുടെ പശ്ചാത്തല വികസന രംഗത്തുണ്ടായ വലിയ നേട്ടങ്ങൾ, ദേശീയപാതയുടെ ആദ്യ റീച്ച് കേരളത്തിൽ വളരെ അഭിമാനത്തോടെ 1ാമത്തെ റീച്ച് തലപ്പാടി തൊട്ട് ചെറുക്കള വരെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തെവിടെയുമുള്ള മനുഷ്യർക്ക് കേരളത്തിലേക്ക് വന്നാൽ ഇത് എൻ്റെ നാട് തന്നെയാണോ എന്ന അത്ഭുതം കൂറാവുന്ന വികസന പ്രവർത്തനമാണ് ദേശീയപാത നേട്ടത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യ രംഗത്ത് അഭിമാനകരമായ നേട്ടം ഈ 10 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു അതിനു മുമ്പുള്ള 2016 വരെയുള്ള UDFൻ്റെ കാലത്തുള്ള കേരളമെങ്കിൽ ഇന്നു കേരളത്തിലെ പൊതുവിദ്യാലയം ഏറ്റവും മികച്ച നേട്ടത്തിൻ്റെ നെറുകയിലേക്ക് കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങൾ കുതിക്കുന്നു. 11 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ കൂടുതലായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തുന്നു. ഈ നേട്ടങ്ങളെല്ലാം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത്, പശ്ചാത്തല വികസന രംഗത്ത്, നാടിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങളിൽ സകലത്തിലുമുണ്ടായ എല്ലാ നേട്ടങ്ങളും നമ്മൾ 3 മണ്ഡലങ്ങളിലാണ് സിറ്റിംഗ് മണ്ഡലമായി നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ 5 മണ്ഡലങ്ങളും ജയിക്കാൻ വേണ്ടി കഴിയുന്ന ആവേശകരമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ളത്.